ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അരിപ്പൊടി കൊണ്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി എത്രയാണോ എടുത്തത് അതേ അളവിൽ കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 വലിയ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്തത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1/2 ടീസ്പൂൺ കറുത്ത എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ചേർക്കുകയാണെങ്കിൽ നമ്മുടെ സ്നാക്കിനകത്ത് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റിന് പകരം ബേക്കിംഗ് സോഡ ചേർത്താലും മതി കേട്ടോ. നമ്മുടെ സ്നാക്ക് ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു 5-6 ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇളം ചൂടുള്ള പാലാണെങ്കിലും കുഴപ്പമില്ല, ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഇളം ചൂടോട് കൂടി ചേർക്കണം കേട്ടോ. ആ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ സ്നാക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ അരമണിക്കൂറിന് ശേഷം ഇത് തുറന്നിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇത് കോരിയിട്ട് കൊടുക്കാം. നമ്മൾ അധികം ഇതുപോലുള്ള ഈവനിങ് സ്നാക്സൊക്കെ നമ്മൾ മൈദ കടലമാവൊക്കെ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അരിപ്പൊടി ആണെങ്കിൽ എപ്പോഴും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് വീട്ടിലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇനി അരിപ്പൊടി വെച്ചിട്ടുള്ള സ്പൈസി സ്നാക്സും നമ്മൾ പിന്നീട് ചെയ്യേണ്ട കേട്ടോ. ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്